ഹിന്ദുത്വയുടെ ഒരു നേതാവ് മറ്റൊരു നേതാവിനോട് പറയുന്നു, ക്രൈസ്തവർ ഔദാര്യം പറ്റിയിട്ട് BJPയെ കുഴിയിൽ ചാടിച്ചു. പാതിരിമാരും ബിഷപ്പുമാരും പരക്കള്ളന്മാരും ദുഷ്ടക്കൂട്ടങ്ങളുമാണ്. ഹിന്ദുക്കളെ നശിപ്പിക്കുകയാണ് അവരുടെ അജണ്ട. ഹിന്ദുത്വവാദിയായ ഒരു നടി പറയുന്നു, അരമനയുടെ തിണ്ണ നിറങ്ങാൻ പോകരുത്, എത്ര ഉരുട്ടിക്കൊടുത്താലും അവർ BJPയെ പിന്തുണയ്ക്കില്ല. ജനം വീട്ടിലിരുത്തിയ മറ്റൊരു നേതാവ് പറഞ്ഞത് ക്രിസ്ത്യാനികൾ നന്ദി കാണിച്ചില്ലെന്നാണ്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ദളിതരും ആദിവാസികളും ഒക്കെ അടങ്ങുന്ന ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഔദാര്യങ്ങൾ ഉരുട്ടിക്കൊടുക്കാൻ ഇവരൊക്കെ ആരാണ്? ഇത്ര പച്ചയ്ക്ക് വർഗീയതയും വിദ്വേഷ പ്രസംഗങ്ങളും നടത്താൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ആരും ധൈര്യപ്പെടില്ലായിരുന്നു. നിയമ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് കണ്ടതോടെ സമൂഹ മാധ്യമങ്ങളിലെ വിഷവ്യാപാരം പലരും ഊർജിതമാക്കി. നൂറുകണക്കിന് ഉദാഹരണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ബിഷപ്പുമാരും കർദിനാളുമാരും ഒക്കെ ദുഷ്ടക്കൂട്ടങ്ങളാണ്. സനാതനധർമ്മത്തെ നശിപ്പിക്കുകയാണ് അവരുടെ അജണ്ട. BJPയുടെ സുഹൃത്താണെന്ന് നടിച്ചുകൊണ്ട് തേൻ പുരട്ടിയ കത്തി കൊണ്ട് കഴുത്തറുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാസിസം കേട്ട് തലകുലുക്കിയിരിക്കുന്നത് പണ്ഡിതനെന്ന് കരുതിയിരുന്ന ഒരാൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി വർഗീയത ആവാമെന്ന് തീരുമാനിച്ചെന്ന് തോന്നുന്നു. ഒരു കേസും എടുത്തിട്ടില്ല. ഭയാനകമായ രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, വർഗീയവാദികൾ സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പം. സനാതനധർമ്മത്തെ നശിപ്പിക്കുകയാണ് അവരുടെ അജണ്ട എന്ന് സമൂഹത്തിൽ പേരും പ്രശസ്തിയുമുള്ളവർ പറയുമ്പോൾ വർഗീയവാദികൾ അല്ലെങ്കിലും അതിൽ കാര്യമില്ല എന്ന് വിവേചന ബോധമില്ലാത്തവർ സംശയിച്ചു തുടങ്ങും. ക്രൈസ്തവർക്ക് എന്ത് ഉരുട്ടിക്കൊടുത്താലും നന്ദിയില്ലെന്ന് പറയുമ്പോൾ എന്താണ് ഈ ഉരുട്ടിക്കൊടുത്തതെന്ന് ചോദിക്കാൻ ശേഷിയില്ലാത്തവർ ഓർക്കും, ശരിയാണല്ലോ, നന്ദികേടല്ലേ എന്ന്. ഉത്തരേന്ത്യയിൽ വർഗീയവാദികളുടെ പിടിയിൽ നിന്ന് കന്യാസ്ത്രീകളെ രക്ഷിച്ചെന്ന് അവകാശപ്പെടുന്നവരോട് നൂറുകണക്കിന് ന്യൂനപക്ഷങ്ങളെയും സ്ഥാപനങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ വർഗീയവാദികളെ തീറ്റിപ്പോറ്റുന്നത് ആരാണെന്ന് വിദ്വേഷത്തിന്റെ ചെപ്പടി വിദ്യകൾ അറിയാത്തവർ ചോദിക്കില്ല. എന്ത് ഔദാര്യമാണ് BJP ക്രൈസ്തവർക്ക് നൽകിയതെന്ന് അഭിമുഖം നടത്തുന്ന പണ്ഡിതൻ ചോദിക്കുന്നില്ലാത്തതുകൊണ്ട് കാഴ്ചക്കാരും ചോദിക്കില്ല. ക്ഷേത്ര പരിസരത്ത് ക്രിസ്ത്യൻ ഭജന പാടിയത് ഹിന്ദുവിനെ നശിപ്പിക്കാനാണെന്ന വ്യാജ പ്രസ്താവന കേൾക്കുന്ന സാധാരണക്കാർ പെട്ടെന്നൊരു സന്ദേഹത്തിലാകും. ഇത് പെരുന്നാളിലും ഉത്സവങ്ങളിലും ഒക്കെ കേരളത്തിൽ പണ്ടേ ഉള്ളതല്ലേ, അതിലെന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ മറന്നുപോകും. ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാം തട്ടിയെടുത്തുന്ന സമുദായ നേതാവ് പറയുമ്പോൾ നിഷ്കളങ്കരായ കേൾവിക്കാർക്ക് സംശയം ഉണ്ടാകും. വേണ്ടത് ചെയ്തിരുന്നെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ തങ്ങൾക്ക് ലഭിക്കില്ലായിരുന്നോ? പറയുന്നത് സ്ഥിരം വർഗീയത പറയുന്ന ആളല്ലേ എന്നൊന്നും പെട്ടെന്ന് ഓർത്തൊന്നും വരില്ല. ഇങ്ങനെ നൂറ് നുണകളിലൂടെ പടച്ചെടുക്കുന്ന ആശയക്കുഴപ്പം വർഗീയതയുടെ ശത്രു നിർമ്മിതിയുടെ ഭാഗമാണ്. ക്രമേണ അവർ നിർമ്മിച്ചെടുത്ത ശത്രുവിനെ സംശയത്തിന്റെ പുകമറയിലൂടെ പൊതുസമൂഹത്തിൽ പ്രതിഷ്ഠിക്കും. ആശയക്കുഴപ്പം ഉണ്ടാക്കലും ശത്രു നിർമ്മിതിയും മറയില്ലാതെ നടക്കുകയാണ്. ഇന്ത്യയിലെ ചില വർഗീയ സംഘടനകൾ പിറക്കുന്നതിന് മുൻപ് വിദ്യാഭ്യാസത്തിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെയും രാഷ്ട്ര നിർമ്മിതിയിൽ സജീവമായ ക്രൈസ്തവ സമൂഹത്തെ സംഘപരിവാർ സംശയ നിഴലിലാക്കിയത് നുണകളിലൂടെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയാണ്. മതപരിവർത്തന ആരോപണം ആയുധമാക്കി. കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്തവരിലും ചെയ്യാത്തവരിലും എല്ലാ മതസ്ഥരുണ്ട്. ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തില്ലെന്ന് വിളിച്ചു പറയുന്നവർ ഹിന്ദുക്കളും തങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെക്കുന്നതിലെ ഒളിച്ചുകളി അത്ര നിഷ്കളങ്കമല്ല. ഈ വിദ്വേഷ പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സനാതന സംരക്ഷകരിൽ ഏറെയും ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയവരും ഇന്നും സ്വമതത്തിൽ തുടരുന്നവരുമാണ്. എത്ര ജ്ഞാനമാർജിച്ച മസ്തിഷ്കത്തെയും നിശ്ചലമാക്കാൻ ഒരു തുള്ളി വിഷം മതി. സംശയ ശത്രു നിർമ്മിതികളെ കരുതിയിരിക്കണം. ഇന്നലെ വരെ തോളിൽ കൈയിട്ട് ഒന്നിച്ച് നടന്ന അയൽക്കാരൻ ശത്രുവാണെന്ന് പറയുന്നവർ രണ്ടുപേരുടെയും ശത്രുവാണെന്ന് തിരിച്ചറിയണം. ഇതിനെതിരെ പൊരുതിയില്ലെങ്കിലും ദയവായി പങ്കെടുക്കരുത്. ഏത് പ്രളയത്തെ നമ്മൾ അതിജീവിക്കും, പക്ഷെ സഹോദരങ്ങളുടെ വെറുപ്പ് മഴയിൽ ദുർബലരായി പോവും. പരസ്പരം കരുത്ത് പകരാം.